ഹായ് ഗേസ്, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു വെയിറ്റ് ലോസ് ജേണിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇപ്പം കറന്റ്ലി ആയിട്ടുള്ള എൻ്റെ വെയിറ്റ് ലോസിനെ കുറിച്ചിട്ടൊന്നും അല്ല ഞാൻ സംസാരിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ വേറെ വീഡിയോ ചെയ്യാം. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് തമ്മിൽ കണ്ടിരിക്കുന്നത് പോലെ 2020 ഞാൻ വെയിറ്റ് കുറച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എങ്ങനെയാണ് സംഭവിച്ചത്, എത്ര മാസം കൊണ്ടാണ് ഞാൻ അത്രയും വെയിറ്റ് കുറച്ചത് എന്നൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അന്ന് എനിക്ക് 61 കിലോ ഉണ്ടായിരുന്നു. 61 കിലോയിൽ നിന്ന് ഞാൻ 50 കിലോയിലേക്ക് 2-3 മാസം കൊണ്ടാണ് എത്തിപ്പെട്ടത്. അപ്പൊ അതെങ്ങനെയാണെന്നാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. പലതവണ വെയിറ്റ് ലോസിന് ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട ഒരു ആളാണ് കേട്ടോ. അതിനു മുന്നേ ഞാൻ കീറ്റോ ഡയറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എഗ് ഡയറ്റ്, ബനാന ഡയറ്റ്, വാട്ടർ ഡയറ്റ് എന്ന് വേണ്ട ഈ എന്തൊക്കെ നമ്മുടെ യൂട്യൂബിലൊക്കെ കാണുന്ന ഡയറ്റിംഗ് ഉണ്ടോ അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. GM ഡയറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും എനിക്ക് സക്സസ് ആകാൻ കഴിഞ്ഞില്ല. കാരണം എൻ്റെ ഫുഡ് അടിയാണ്. എനിക്ക് ഫുഡ് കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഫുഡ് ബേക്കറി കൺട്രോൾ ചെയ്യാൻ ഒരിക്കലും എനിക്ക് പറ്റത്തില്ല. ഞാൻ എപ്പോഴൊക്കെ വെയിറ്റ് കുറയ്ക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ പരാജയമാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ 2020 രണ്ടും കൽപ്പിച്ചല്ല ഞാനത് ചെയ്തത്. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷെ ഇത്രയും മാറ്റം എനിക്ക് ഉണ്ടാകുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത് നടന്നത് 2020 ഞാൻ പറഞ്ഞല്ലോ. അന്ന് ഞങ്ങള് ഹസ്ബൻഡ് എറണാകുളത്തൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ അവിടെ താമസിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്ന സമയത്ത് എനിക്ക് ബോറടിക്കാറുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ട് സമയം പോക്കാറാണ് പതിവ്. അങ്ങനെ സമയം ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ക്ലോട്ടിംഗ് എന്നാണെന്ന് തോന്നുന്നു ഒരു ചാനലിന്റെ പേര്. അതിന്റെ പ്രൊണൗൺസിയേഷൻ അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ചാനൽ കണ്ടപ്പോഴാണ് എനിക്ക് വെയിറ്റ് കുറയ്ക്കണമെന്ന് തോന്നിയത്. എന്തായാലും ഞാൻ അതിന്റെ ഒരു ഫോട്ടോ ഇവിടെ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ചാനൽ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും അതെന്തോ ഇംഗ്ലീഷ് ചാനലാണ്. അപ്പോൾ അവരുടെ ആപ്സ് വർക്കൗട്ട് 14 ദിവസം കൊണ്ട് വയറ് കുറയുമെന്നും പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ കമന്റ്സ് ഒക്കെ ചെന്ന് നോക്കിയപ്പം തന്നെ നമുക്ക് നല്ല റിവ്യൂ ആണ് അതിനകത്ത് കമന്റ് ചെയ്തിരിക്കുന്ന ഓരോരുത്തരും. ആ സമയത്ത് എനിക്ക് തോന്നി എന്തായാലും അതൊന്ന് ചെയ്ത് നോക്കാമെന്ന് കരുതി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ അന്ന് എൻ്റെ കയ്യിൽ മെഷർമെന്റ് നോക്കാനായിട്ട് ടേപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്റെ കയ്യിൽ ഒരു ഓപ്പോയുടെ ചാർജർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ചാർജർ എടുത്ത് വെച്ചിട്ട് എന്റെ വയറിങ്ങനെ മെഷർ ചെയ്തിട്ട് ഒരു പേന വെച്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് 2 ആപ്സ് വർക്കൗട്ടാണ് ഞാൻ ഒരാഴ്ച ചെയ്തിട്ട് നോക്കി. അപ്പോഴത്തേനും 1 ഇഞ്ച് കുറഞ്ഞു. 1 ഇഞ്ച് കുറഞ്ഞെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായെന്ന് ഞാൻ ടേപ്പ് വെച്ച് നോക്കിയപ്പോഴാണ് കേട്ടോ. അപ്പം കുറെ വ്യത്യാസം എനിക്ക് തോന്നി പിന്നെ മാർക്ക് ചെയ്തപ്പോൾ. അപ്പം വീണ്ടും ചെയ്യാൻ തോന്നി. അങ്ങനെ ഞാൻ അത് 2 ആഴ്ചയല്ല 3 ആഴ്ച അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ആപ്സ് വർക്കൗട്ട് തന്നെ 2020 2 വർക്കൗട്ട് അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 2 വർക്കൗട്ടും ചെയ്യാൻ തുടങ്ങി. 10 മിനിറ്റിന്റെ വർക്കൗട്ടാണ് ഒരു സെറ്റ് വരുന്നത്. അതിന് ഞാൻ വീണ്ടും വേറൊരു വീഡിയോയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് തുടങ്ങി. അപ്പോഴത്തേനും വെയിറ്റ് കുറയുന്നൊന്നും വെയിങ് മെഷീനൊന്നും നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം വെയിറ്റിന്റെ കാര്യം നമുക്കറിയത്തില്ല. പക്ഷെ ആപ്സ് കുറയുന്നുണ്ടായിരുന്നു. അത് നമ്മളിങ്ങനെ മെഷർ ചെയ്ത് നോക്കുമ്പോൾ അറിയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ഫോട്ടോ ഒന്ന് എടുത്ത് തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഫോട്ടോ എടുത്തപ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫേസ് പഴയതിൽ നിന്നും കുറേ മാറിയിട്ടുണ്ടായിരുന്നു. ശരീരമാണെങ്കിലും ഫേസ് ആണെങ്കിലും ശരിക്കും മാറ്റം വന്നു. അപ്പം എനിക്ക് വീണ്ടും ഇതുപോലെ എക്സസൈസിന്റെ കൂട്ടത്തിൽ ഡയറ്റും കൂടെ ഉൾപ്പെടുത്തിയാൽ കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ചോറ് പൂർണ്ണമായിട്ടും അങ്ങ് നിർത്തി. അതിനുശേഷം ഞാൻ ചോറ് നിർത്തുന്നതോടൊപ്പം നമ്മൾ രാവിലത്തെ കാപ്പി ഉണ്ടാക്കുമല്ലോ, ഇഡലി, പുട്ട്, അങ്ങനത്തെ കാപ്പികൾ ഉണ്ടാവുമല്ലോ, അതെല്ലാം ഞാൻ പൂർണ്ണമായിട്ട് നിർത്തി. പകരം ഞാൻ കടല പുഴുങ്ങിയതും പിന്നെ അങ്ങനെ പച്ചക്കറി കിറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മത്തങ്ങ, വെള്ളരിക്ക, പടവലങ്ങ, പിന്നെ കഴിക്കാൻ പറ്റുന്ന പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്ന സവാള, ക്യാരറ്റ്, ബീട്രൂട്ട്, ഈ പച്ചമുളക് ഇതെല്ലാം കൂടെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടിട്ട് നാരങ്ങ നീര് ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് ഈ കടലയെ അതിനകത്ത് മിക്സ് ചെയ്തിട്ടായിരുന്നു രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. നല്ല ഫില്ലിംഗ് ആയിരുന്നു. ആദ്യം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് റെഗുലറായിട്ട് ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എനിക്കന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക്
ഓട്സ് കഞ്ഞിയായിരിക്കും മിക്കപ്പോഴും കഴിക്കുന്നത്. ഇഷ്ടമുള്ള ടൈമിലാണ് ഞാൻ എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു അരമണിക്കൂർ എക്സസൈസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തു. വയറ് കുറഞ്ഞപ്പോഴത്തേനും പിന്നെ ഞാൻ എൻ്റെ ഡബിൾ ചിന്ന് മാറുന്നതും അതുപോലെ ആം ഫാറ്റ് മാറുന്നതും ഒക്കെ പ്രത്യേകം എക്സസൈസ് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ വെള്ളം 1-2 ലിറ്റർ പോലും ഞാൻ കുടിക്കാറില്ലായിരുന്നു. മടിച്ചിയാണ്. പക്ഷെ അന്നും ഞാൻ വെള്ളം കുടിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു വെള്ളം കുടിച്ചായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഫസ്റ്റിലെ റിസൾട്ട് കിട്ടുമായിരുന്നു എന്ന് തോന്നി. പക്ഷെ ഞാൻ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ വീഡിയോ കാണുന്നവരെ ഞാൻ വെള്ളം കുടിക്കാതെയും ഡയറ്റ് ചെയ്യാമെന്ന് പ്രോത്സാഹിപ്പിക്കുകയല്ല. പക്ഷെ വെള്ളം കുടിക്കണം. നമുക്ക് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാവും. വെള്ളം കുടിക്കാത്തത് കൊണ്ട് എനിക്ക് കൊഴിച്ചിലൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നൈറ്റിൽ ഞാൻ കഴിച്ചിരുന്നത് ചപ്പാത്തിയാണ്. 2 ചപ്പാത്തി മാത്രമേ കഴിക്കത്തുള്ളായിരുന്നു. കറി എന്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാം കേട്ടോ. അങ്ങനെ ബേക്കറി കഴിക്കാൻ എന്തെങ്കിലും ആഗ്രഹം തോന്നുമ്പോൾ ഞാൻ അന്ന് കൊറോണയുടെ ടൈം ആയതുകൊണ്ട് നമുക്ക് റേഷൻ കടകളിൽ നിന്നും കടല കിട്ടുമായിരുന്നല്ലോ. ആ കടല ഞാൻ ഉപ്പിട്ട് വറുക്കുമായിരുന്നു. വറുത്തിട്ട് വെറുതെ ഇങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കും. പിന്നെ മധുരം എന്തെങ്കിലും കഴിക്കാൻ തോന്നുമ്പോൾ ഞാൻ കഴിച്ചിരുന്നത് ശർക്കര വാങ്ങിയിട്ട് കുറച്ച് ഓട്സും ചണവിത്തുണ്ടല്ലോ, ഫ്ലാക്സ് സീഡ്, അതും കൂടെ വറുത്ത് പൊടിച്ച് ഒരു ടിന്നിൽ വെച്ചേക്കും. അപ്പം നമുക്കത് കുറച്ച് ഒരു 1-2 സ്പൂൺ കഴിക്കുമ്പോഴത്തേക്കും നമ്മൾ വയറ് നിറയുകയും ചെയ്യും. മധുരത്തോടുള്ള ക്രേവിങ്സ് ഒന്ന് മാറുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു മെത്തേഡ് തീരുമാനിച്ചത്. പിന്നെ ഞാൻ ഡയറ്റീഷ്യൻ്റെ അടുത്ത് പോയിട്ടൊന്നും അല്ല ഫുഡ് നോക്കിക്കണ്ട് ചെയ്തിരുന്നത്. എല്ലാം നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോസ് കണ്ടിട്ടാണ്. യൂട്യൂബിലൊക്കെ കുറേ വീഡിയോസ് കാണുന്നത് ഞാൻ കുറേ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനൊരു പാറ്റേണിലേക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ നല്ല റിസൾട്ടായിരുന്നു അന്ന് എനിക്ക് കിട്ടിയിരുന്നത്. പിന്നെ ഫ്രൂട്ട്സ് ഞാൻ അധികം കഴിക്കാറില്ലായിരുന്നു. കാരണം അവിടെ നമുക്ക് ഫ്രിഡ്ജ് ഇല്ലായിരുന്നു. അപ്പം നമുക്ക് ഫ്രൂട്ട്സ് വാങ്ങി വെച്ചാലും അന്ന് തന്നെ കഴിച്ചു തീർക്കാം. അന്നോ പിറ്റേന്നോ 2 ദിവസം കൊണ്ട് കഴിച്ചു തീർത്തില്ലെങ്കിൽ ചീത്തയായി പോകുമല്ലോ. ചൂടാണ്, ഒന്നാമത് ചൂട്. അപ്പം ഫ്രൂട്ട്സ് അധികം ഞാൻ കഴിക്കാറില്ല. വാങ്ങിച്ചാലും അന്നേരം തന്നെ കഴിച്ചു തീർക്കുന്ന രീതിയിലാണ് ഞാൻ ഫ്രൂട്ട്സ് കഴിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് എനിക്ക് പെട്ടെന്ന് 2-3 മാസം കൊണ്ട് വെയിറ്റ് കുറയ്ക്കാൻ കഴിഞ്ഞത്. റിസൾട്ട് ബെസ്റ്റ് ആയിരുന്നു. 50 കിലോയിലേക്ക് പെട്ടെന്ന് തന്നെ എനിക്ക് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ 50 കിലോയിലേക്ക് വരുമ്പോൾ ഞാൻ നാട്ടിൽ വന്നിട്ടാണ് വെയിറ്റ് നോക്കുന്നത്. അപ്പോൾ 50 കിലോ ആണ്. അപ്പം പോകുന്നതിന് മുന്നേ എനിക്ക് വെയിറ്റ് എനിക്ക് അറിയാമായിരുന്നു. 61 കിലോ ഉണ്ടായിരുന്നത് എനിക്ക് അറിയാമായിരുന്നു. ഞാൻ വീട്ടിൽ വെയിറ്റ് മെഷീനൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എപ്പോഴും വെയിറ്റ് ചെക്ക് ചെയ്യും. അപ്പം ഫെർട്ടിലിറ്റിയുടെ ട്രീറ്റ്മെൻറ്റും കൂടെ ഒക്കെ ആയതുകൊണ്ട് എപ്പോഴും വെയിറ്റ് കുറയ്ക്കണം എന്ന് പറഞ്ഞിരുന്നെങ്കിലും എനിക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റിയിരുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു വീട്ടിൽ നമ്മൾ വേറെ ആൾക്കാരും കൂടെ ഒക്കെ ഉണ്ടെങ്കിലല്ലേ കൂടുതൽ ചോറൊക്കെ വെച്ച് വെക്കുന്നത്. അന്നേരം പിന്നെ കഴിക്കണമെന്ന് തോന്നും. പക്ഷേ ഇതിപ്പം എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി മാത്രം ചോറ് വെക്കുക. ഹസ്ബൻഡ് പോകാൻ നേരം ഞാൻ അതങ്ങ് കൊടുത്തു വിടും. പിന്നെ വീട്ടിൽ ചോറൊന്നും വെച്ചേക്കത്തില്ല. അപ്പം കഴിക്കാനും നമുക്ക് തോന്നത്തില്ലല്ലോ. അങ്ങനെയൊക്കെയാണ് ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയത്. പിന്നെ നാട്ടിൽ വന്നിട്ട് വെയിറ്റ് കുറയ്ക്കാനൊന്നും പറ്റിയിട്ടില്ല. ഉള്ളത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ കുറച്ച് നാളെ എനിക്ക് പറ്റിയുള്ളൂ. അപ്പം കറന്റ് എൻ്റെ വെയിറ്റ് ഒന്നും ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതുപോലെ എനിക്ക് എക്സസൈസ് ചെയ്യാനും പിന്നെ ഡയറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര മടിച്ചായിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ എനിക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ ഞാനിപ്പം അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ ഞാനൊരു ഫീഡിംഗ് മദറാണ്. അതുകൊണ്ട് എൻ്റെ ഡയറ്റിൽ കുറച്ച് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ചിലപ്പം വെയിറ്റ് കുറയ്ക്കാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഇതൊരു പ്രയോജനമാകും എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ കറന്റ് വെയിറ്റിനെ കുറിച്ചിട്ടും ഇപ്പം ഞാൻ വെയിറ്റ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു, ഡയറ്റ് ചെയ്യുന്നുണ്ടോ എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാവേ. ബൈ.